മിനിമൽ ആയിട്ടുള്ള കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ചിക്കൻകാരി മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാറാണ്. ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് നമ്മളിത് ഡൈ ചെയ്തിട്ടുള്ളത്. ദുപ്പട്ട വന്നിട്ടുള്ളത് ഡബിൾ ഷെയ്ഡിലാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ഒരു ഓൺലൈൻ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു മസ്ക് മിലൻ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റിലാണ് നമ്മൾ ഈ ഒരു സൽവാർ ചെയ്തിട്ടുള്ളത്. ടോപ്പിലെ നെക്കിലും സ്ലീവിലും അതേപോലെ ബോട്ടത്തിൻ്റെ എൻഡിലും ഷോളിൻ്റെ ഫോർ സൈഡുമാണ് നമ്മൾ ഈ ഒരു സെയിം ഹാൻഡ് വർക്ക് തന്നെ സ്പ്രെഡഡ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മുടെ ഒരു ഓൺലൈൻ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ത്രൂ ആണ് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി വന്നിട്ടുള്ളത് ഒരു സ്കർട്ട് ആൻഡ് ടോപ്പാണ്. സിൽക്ക് മെറ്റീരിയലിൽ ബുട്ടീസ് വരുന്ന മെറ്റീരിയലും അതിലൊരു ബോർഡറും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്കേർട്ട് വന്നിട്ടുള്ളത് ഡബിൾ അംബ്രല്ലയിൽ ജോർജറ്റ് മെറ്റീരിയൽ ഹാൻഡ് വർക്കിൽ സ്പ്രെഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മൊമെൻ്റ് കോംബോ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിഡിൻ്റെത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ടോപ്പും നെറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫിൽഡ് ആയിട്ടുള്ള സ്കേർട്ടുമാണ്. ഒരു ലാവൻഡർ ഷെയ്ഡിൽ നമ്മൾ മുന്നേ കാണിച്ച ആ ഡിസൈനോട് മാച്ചിങ് ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഈ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സൽവാർ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വി നെക്ക് ലൈനിലാണ് നമ്മൾ ഈ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ദുപ്പട്ടയിൽ നമ്മൾ സ്കാലോപ്പാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലേക്കാണ് ഈ ഒരു സൽവാർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. എഗെയിൻ സ്കർട്ട് ആൻഡ് ടോപ്പായിട്ടാണ് ഈ ഒരു ഷറാറ ഡിസൈനിൽ നമ്മളിത് ചെയ്തിട്ടുള്ളത്. സിൽക്ക് മെറ്റീരിയലാണ്. ടോപ്പിൽ നമ്മൾ ഗ്യാദേഴ്സ് വന്നിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും ആയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്കാലോപ്പിൽ വരുന്ന ലേസസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ദുപ്പട്ടയിൽ നമ്മൾ ബ്രഷ് ലേസും അതേപോലെ പ്ലസ് ലേസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബുട്ടീസ് വരുന്ന ജോർജറ്റ് മെറ്റീരിയലാണ് ദുപ്പട്ടയായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ബോർഡർ വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ചിക്കൻകാരി മെറ്റീരിയൽ തന്നെ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തിട്ടുള്ള ഒരു സൽവാറാണിത്. പാനൽ കട്ടിൽ തന്നെയാണ് ഈ ഒരു സൽവാറും ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ ഗ്രീൻ കളറിലേക്ക് ഡൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറിൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ടാണ് മെറ്റീരിയലിലെ വർക്ക് തന്നെ കാണുന്നത്. ഒരു റെഡ് കളറിൽ അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റിൽ പാനലിൽ ചെയ്തെടുത്തിട്ടുള്ള സൽവാറാണിത്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് വിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയിൽ ലേസ് വർക്കുമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചന്ദേരി സിൽക്ക് മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പും ബോട്ടും സിമ്പിളായിട്ട് ദുപ്പട്ടയാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൻ്റെ യോക്കിലും അതേപോലെ ബോട്ടത്തിൻ്റെ എൻഡിലുമായിട്ട് ഈ ഒരു സിമ്പിൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അലിയ കട്ടിൽ ഗ്യാദേഴ്സ് വന്നിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എഗെയിൻ വിത്ത് ഒരു അലിയ കട്ടിലാണ് നമ്മൾ ഗ്യാദേഴ്സ് ഇല്ലാതെ ഈ ഒരു ഡിസൈൻ ഫുള്ളി ഡയബിൾ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുള്ളത്. ബുട്ടീസ് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ടോപ്പിലേക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ദുപ്പട്ടയിലേക്ക് അതിൻ്റെ ഒരു മിനിമൽ പ്രിൻ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് ഹാൻഡ് വർക്ക് നെക്കിൻ്റെ വി ഷേപ്പിലും അതേപോലെ അലിയ കട്ടിലുമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൂപ്പിയോൺ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു സൽവാർ ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിലും അതേപോലെ ടോപ്പിൻ്റെ എൻ പോർഷനിലായിട്ട് ഹെവി ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ബോർഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബോഡി ഫുൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ദുപ്പട്ട നമ്മൾ കംപ്ലീറ്റ്ലി ബുട്ടീസ് ഉള്ളതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു റെഡ് ഷെയ്ഡിലേക്കാണ് ഇത് നമ്മൾ ഡൈ ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സൽവാറാണിത്. നമ്മുടെ കയ്യിൽ നിന്ന് മോസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ആ ഒരു സൽവാറിൽ തന്നെ ലൈനിലായിട്ട് നമ്മൾ സൽവാറിൽ സ്ലീവിൽ ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് ആണ് ഇവിടെ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. ഇവൻ ബുട്ടീസ് ഉള്ളതാണെങ്കിൽ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിരിക്കും. ആൻഡ് ബോട്ടം പ്ലെയിൻ ആയിട്ട് സാന്തോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിൽ ഈ ഒരു ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഫോർ സൈഡ് ലേസസ് ആണ് നമ്മൾ ദുപ്പട്ടയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ലേ വെയ്റ്റിൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോക്കസ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റിലാണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോർജറ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സിംഗിൾ സൽവാറാണ് ഇത് വന്നിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ഹൈലൈറ്റിംഗ് ആണ് യോക്കിലും അതേപോലെ ദുപ്പട്ടയുടെ ഫോർ സൈഡ് സ്കാലോപ്പും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻസിലൊക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിന് സ്ക്രീനിൽ കാണുന്ന ഏത് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്.